നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഏതാനും ചില ഇൻഫർമേഷൻസ് ആണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന LBSന്റെ ഏറ്റവും അവസാനത്തെ അലോട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് സ്പെഷ്യൽ അലോട്ട്മെന്റ് 16ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നത്. അതിൽ മിക്കവാറും വരുന്ന പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള സീറ്റ് വേക്കൻസി ഫില്ലിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. മിക്കവാറും കുട്ടികൾക്കൊക്കെ തന്നെ പലയിടത്തായിട്ട് സീറ്റുകൾ അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്ന, അതോടൊപ്പം തന്നെ നമുക്ക് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുടെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നിരവധി സ്ട്രീമുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ അതിൽ തന്നെ മിക്കവാറും വരുന്ന കോഴ്സുകൾക്കൊക്കെ മുന്നോട്ട് ഹയർ ഓപ്ഷൻസ് ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവുകയില്ല. അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പല കോഴ്സുകൾക്കും ഉദാഹരണമായിട്ട് MLT അല്ലെങ്കിൽ ഡയാലിസിസ്, അതുപോലെ MIT, AT, OT അങ്ങനെ തുടങ്ങിയ മിക്കവാറും വരുന്ന കോഴ്സുകളൊക്കെ തന്നെ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന, അതായത് ഡിഗ്രി കോഴ്സുകൾ എടുക്കുകയും അങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡപ്പ് ചെയ്ത് പോവുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ ലാറ്ററൽ എൻട്രി ഫെസിലിറ്റീസ് ഉണ്ടാവുകയില്ല. കേരളത്തിന് പുറത്തുള്ള മിക്കവാറും വരുന്ന യൂണിവേഴ്സിറ്റികളിൽ, പ്രത്യേകിച്ച് രാജീവ് ഗാന്ധി അല്ലെങ്കിൽ MGR യൂണിവേഴ്സിറ്റികളിലൊക്കെ ആണെങ്കിലും നിരവധി ലാറ്ററൽ എൻട്രി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഹയർ ലെവലിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കോഴ്സുകൾ, അതായത് ലാറ്ററൽ എൻട്രിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഡിഗ്രി കോഴ്സ് ആയിട്ടും അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം മാസ്റ്റേഴ്സ് ഒക്കെ എടുത്ത് ടീച്ചിങ് സൈഡിലേക്കൊക്കെ വരാനാണെങ്കിൽ നിങ്ങൾക്ക് ഉതകുന്ന ആ കോഴ്സുകൾ നിങ്ങൾ ഈ ഒരു ഡിപ്ലോമ ഘട്ടത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഡിപ്ലോമയിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ ഒരു ഏരിയയിൽ മാത്രമായിട്ട് നിൽക്കാൻ, ഉദാഹരണമായിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ HI കോഴ്സുകളൊക്കെ എടുത്ത് മിക്കവാറും തന്നെ കേരളത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഡിപ്ലോമ കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകൾ നമ്മൾ നോക്കുമ്പോൾ 4 വർഷത്തെ കോഴ്സുകളായിട്ടാണ് BSc പാരാമെഡിക്കൽ കോഴ്സുകൾ ഉണ്ടാവുക. അതേസമയം കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിലും 3 വർഷം കോഴ്സും 1 വർഷം ഇന്റേൺഷിപ്പും എന്ന നിലയിൽ തന്നെയാണ് പോകുന്നത്. അവിടെയും 4 വർഷത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളെയാണ് നൽകുന്നത്. ആയതിനാൽ നമുക്ക് 3 വർഷത്തെ കോഴ്സ് ഫീ നൽകിയാൽ മതിയാകും. അപ്പോൾ കേരളത്തിൽ ഏകദേശം 8 ലക്ഷം 10 ലക്ഷം രൂപ ആ റേഞ്ചിൽ ഫീസ് എല്ലാം കൂടെ ചേർത്ത് ആകുന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് ടോപ്പ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല കോളേജുകളിൽ പോലും, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ളവയിൽ പോലും ഏകദേശം 6 ലക്ഷം 7 ലക്ഷത്തിന് ഇടയിൽ തന്നെ എല്ലാ പാക്കേജും അല്ലെങ്കിൽ ഫുൾ കംപ്ലീറ്റ് കോഴ്സ് ഫീ കഴിയുന്നതാണെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും താല്പര്യപ്പെടുന്നത് കേരളത്തിൽ തന്നെ, അതുപോലെ തന്നെ വീടിന് അടുത്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പല ന്യൂസ് പേപ്പറിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ പല അഡ്വർടൈസ്മെന്റ്സ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. പല കോഴ്സുകളും, അതായത് പാരാമെഡിക്കൽ സ്ട്രീമിലൊക്കെ പല കോഴ്സുകളും നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവയിൽ മിക്കവാറും വരുന്ന കോഴ്സുകളൊക്കെ തന്നെ കേരളത്തിൽ ഉള്ള യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ DMEയുടെയോ അംഗീകാരം ഇല്ലാതെ പോകുന്ന കോഴ്സുകളായിരിക്കാം. ഒരു പക്ഷേയെങ്കിലും മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ, അതായത് ഇപ്പം രാജസ്ഥാൻ അല്ലെങ്കിൽ മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലുള്ള പല ചാത്തൻ യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള കോഴ്സുകളായിരിക്കും ഇവിടെ നടത്തപ്പെടുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, UGCയുടെ പുതിയ മാനദണ്ഡം അനുസരിച്ച് ഒരു യൂണിവേഴ്സിറ്റിക്കും അവരുടെ ടെറിട്ടറി അല്ലെങ്കിൽ അവരുടെ ക്യാമ്പസിന് വെളിയിലായിട്ട് ഇങ്ങനെ ഡിസ്റ്റന്റ് രീതിയിൽ കോഴ്സുകൾ നടത്താൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന കോഴ്സുകൾക്കൊക്കെ തന്നെ വാലിഡിറ്റി ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മിക്കവാറും വരുന്ന കുട്ടികളൊക്കെ തന്നെ ഇപ്പൊ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ പഠിച്ച് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ലാറ്ററൽ എൻട്രിക്ക് വേണ്ടി സമീപിക്കുന്ന സമയത്തിൽ വിദേശത്തേക്ക് പോകുന്ന സമയത്തൊക്കെയാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുള്ളത്. കാരണം ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് വാല്യൂ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. കാരണം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലുള്ള യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു ടെറിട്ടറിയിൽ അവരുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ റെഗുലർ കോഴ്സ് ആയിട്ട് നടക്കേണ്ട കോഴ്സുകളാണ് അവർ ഡിസ്റ്റന്റ് മോഡിൽ കേരളത്തിൽ പല സെന്ററുകളിലായിട്ട് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റിന് യാതൊരു വാല്യൂ ഉണ്ടാവുകയില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ബിവോക് കോഴ്സുകളൊക്കെ നിരവധിയായിട്ട് നടത്തുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ UGC അപ്രൂവ്ഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി ആയിരിക്കാം, പക്ഷെ ആ കോഴ്സുകൾക്ക് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ അതാത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ പോയി പഠിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലാതെ ഓഫ് സെൻട്രൽ ക്യാമ്പസുകളിൽ നടത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. പാരാമെഡിക്കൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്, അത് യൂണിവേഴ്സിറ്റി ഏതാണെന്നും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം നഴ്സിംഗ് പോലെയല്ല, നഴ്സിംഗിനൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് ലഭിക്കുക. അതേസമയം പാരാമെഡിക്കൽ കോഴ്സുകൾക്കാണെങ്കിൽ വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പാരാമെഡിക്കൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് സ്ട്രീമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ലെവലിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്, അതനുസരിച്ചുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീം അല്ലെങ്കിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുക. അപ്പൊ രണ്ടാമതായിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഏത് സ്ഥാപനമാണ്. കാരണം നമുക്കറിയാം പ്രൈവറ്റ് മേഖലയിലൊക്കെ വരുമ്പോഴത്തേക്കും റെപ്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്ന സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ റെപ്യൂട്ടേഷൻ വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രയോറിറ്റി ഒക്കെ ഇന്റർവ്യൂവിലൊക്കെ ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ മികച്ച സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക. അത് തന്നെയല്ല,
ഈ പറയുന്ന ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളാണെന്നും കൂടെ നിങ്ങൾ പ്രത്യേകമായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് കോഴ്സുകളുടെ ഒക്കെ ആണെങ്കിലും നമുക്കറിയാം ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ ഏറ്റവും അവസാനം ഈ നവംബർ മാസം 30-ാം തീയതി കൊണ്ട് അവസാനിക്കുകയാണല്ലോ. ഇപ്പോൾ കേരളത്തിലെ മിക്കവാറും വരുന്ന കോളേജുകളിലൊക്കെ തന്നെ സീറ്റ് ഫില്ലാവുകയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള മിക്കവാറും വരുന്ന കോളേജുകളിലും ക്ലാസ്സുകളൊക്കെ മിക്കവാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വരുന്ന ലാസ്റ്റ് സീറ്റുകൾ ഇനിയും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ അടുത്ത വർഷങ്ങൾക്ക് നിർബന്ധമായിട്ടും എൻട്രൻസ് പരീക്ഷകൾ BSc നഴ്സിംഗ് പ്രവേശനത്തിന് നിർബന്ധമാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു വർഷം കളയാതെ തന്നെ ഈ ഒരു വർഷം തന്നെ ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കോഴ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ കോളേജുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.